സ്മാർട്ട് എന്ന ഉപഗ്രഹത്തിലൂടെ റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ്. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 4,09,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ 4 വർഷക്കാലം കൊണ്ട് 2,23,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ്. കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം നിശ്ചയിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായി പങ്കുവച്ചത് പട്ടയ മിഷനാണ്. പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ രേഖ. രാഷ്ട്രീയത്തിലതീതമായി കേരളത്തിലെ നിയമസഭയിലെ 140 എംഎൽഎമാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജകമണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ, കൗൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചുകൂട്ടി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ, വിശിഷ്യ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായി ഭൂമി കൊടുക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി. പട്ടയ അസംബ്ലികൾ 2 തവണ കേരളത്തിൽ കൂടുകയുണ്ടായി. 2 തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോൾ ഉണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലസമിതികളെ നേരിട്ട കാര്യം പരിശോധിച്ച് മറ്റേതെങ്കിലും വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര ആലോചന നടത്തി അതിവേഗം കൈവശക്കാരായ മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ശ്രദ്ധേയമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇതര വകുപ്പുകളുമായി അവരുടെ ആസ്തിയിലുള്ള ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ തന്നെ ഗൗരവമായി ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യും. 50 വർഷത്തിലധികമായി നിലനിൽക്കുന്ന നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പരിഹരിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരുന്നു. ആ പട്ടയ വിഷയം 4 തലത്തിലുള്ള സമിതികൾ രൂപീകരിക്കുന്നു. വില്ലേജ് തലത്തിൽ, താലൂക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ. ഈ ഘടകങ്ങളുടെ എല്ലാം മുകളിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി, മുകളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, കൺവീനറായി വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ നടത്തി. അങ്ങനെയാണ് ഏറ്റവും വേഗതയിൽ പട്ടയ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചത്. ദീർഘമായ വർഷക്കാലമായി വിതരണം ചെയ്യാത്ത നിരവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ട്. ഏറ്റവും സമചിത്തതയോടെ ഇടപെട്ട് നിയമങ്ങളിലോ ചട്ടങ്ങളിലോ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ നടത്തി വളരെ വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായി ഗവൺമെന്റിനെ മുന്നോട്ട് പോകാനായി. ഞങ്ങളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു സാധാരണക്കാരായ മനുഷ്യന്, പ്രത്യേകിച്ച് അർഹനായ മനുഷ്യന് ഭൂമി ലഭിക്കാൻ നിലവിലുള്ള ചട്ടങ്ങളിലോ നിയമങ്ങളിലോ ഭേദഗതി വരുത്തേണ്ടി വരുന്നത് അനിവാര്യമാണെങ്കിൽ അത് നടത്താൻ സർക്കാരിന് മടിയുണ്ടാകില്ല. കാരണം നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ അർഹതപ്പെട്ടവൻ തന്നെയാണ് ഭൂമി എന്ന കാര്യത്തിലും സർക്കാരിന് നിർബന്ധമായിട്ടുള്ള ധാരണയുണ്ട്. കൈവശക്കാരനെയും അഥവാ കുടിയേറ്റക്കാരനെയും കയ്യേറ്റക്കാരനെയും ഒരുപോലെയല്ല ഈ പ്രവർത്തിക്കുന്നത്. കുടിയേറ്റക്കാരായ മനുഷ്യർ മറ്റ് നിവൃത്തികളൊന്നുമില്ലാതെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ പണിയെടുക്കാനും വീട്ടിൽ താമസിക്കാനും വേണ്ടി കുടിയേറാൻ കഴിയില്ല. എന്നാൽ ബോധപൂർവമായ കയ്യേറ്റം അത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും ഒരു മടിയുമില്ലാതെ മുഖത്ത് നോക്കി അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കി അങ്ങനെ പിടിച്ചെടുക്കുന്ന ഭൂമി സാധാരണക്കാർക്ക് വിതരണം ചെയ്യണം എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിന്നിരുന്നത് വരുമാനമായി. 1,00,000 രൂപ വരെ വരുമാനമാണ് ഇപ്പോൾ പട്ടയം വിതരണം ചെയ്യുന്നതിന്റെ ആധികാരികമായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് പരിമിതമായിട്ടുള്ള ഒന്നാണെന്നും കുറച്ചുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2 ലക്ഷമാക്കി പട്ടയ അർഹതയുടെ വരുമാന പരിധി ഉയർത്താനാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഏറ്റവും വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ നോക്കാം. കേരളത്തിലാകെ ഡിജിറ്റൽ സർവേ നടക്കുന്ന സമയമാണ്. 312 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ വിജയകരമായി അന്ത്യഘട്ടത്തിലായി. ആ 312 വില്ലേജുകളിൽ ഉൾപ്പെടെ സർവേ പൂർത്തീകരിക്കപ്പെടുന്ന മുറയ്ക്ക് കൈവശമായപ്പെടുകയും എന്നാൽ അത് ആരുടെയെങ്കിലും ഒരു പേരിലുള്ള ഭൂമിയല്ല എന്ന് കാണുകയും ചെയ്യുന്ന
കേസുകളിൽ ഭൂമിയുടെ ഉടമസ്ഥതയും അർഹതയും പരിശോധിച്ചുകൊണ്ട് അവർക്ക് പട്ടയം വിതരണം ചെയ്യാൻ ഡിജിറ്റൽ രജിസ്റ്ററിന്റെ നടപടികൾ കൂടി ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റവന്യൂ സംസ്കാരത്തെ നാം കൊണ്ടുവരികയാണ്. അതായത് രണ്ട് പുതിയ ആശയങ്ങൾ. നമുക്കറിയാം 1666 വില്ലേജുകൾ, 78 താലൂക്ക് ഓഫീസുകൾ, 14 കളക്ടറേറ്റുകൾ, 27 സബ് കളക്ടർ RDO ഓഫീസുകൾ, കേരളത്തിലെ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇങ്ങനെ വില്ലേജ് മുതൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വിഭാഗം വരെ ചങ്ങലബന്ധിതമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി എല്ലാം ഈ സർവീസുകളിലേക്ക് മാറാൻ കഴിഞ്ഞതോടുകൂടി വേഗത വർദ്ധിപ്പിക്കപ്പെടുന്നത് സുതാര്യതയുണ്ടാകുന്നു. പക്ഷെ ഇത് മാത്രം പോരാ, കുറച്ചുകൂടി വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എന്തൊക്കെ മാറുന്നു. സാധാരണ ഒരേ കാര്യത്തിൽ തന്നെ ഒരേ സർട്ടിഫിക്കറ്റിൽ തന്നെ പല സ്ഥാപനങ്ങൾക്കായി പലതവണ കൊടുക്കേണ്ടി വരുന്ന ആളുകൾ, തുടർച്ചയായ ഓരോ ആവശ്യത്തിനും വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് തേടേണ്ടി വരുന്ന ആളുകൾ, അവരെല്ലാം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളിലും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ വില്ലേജുകളിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയിലെ കെട്ടിടവും അതുൾപ്പെടെയുള്ള വിശദാംശങ്ങളെ സംബന്ധിച്ച് സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന റെക്കോർഡുകളായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ മുന്നോട്ട് പോവുകയാണ്. അതായത് ഒരാളുടെ പേരിലുള്ള ഭൂമി, അതിനെ അടച്ചുകൊണ്ടിരിക്കുന്ന ടാക്സ്, അയാളുടെ മറ്റു വിശദാംശങ്ങൾ, ഈ ഭൂമിയുടെ തരം, സ്വഭാവം, ഈ ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടം, അതിനടക്കുന്ന ഫീസ്, ഇതെവിടെയെങ്കിലും റദ്ദ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കം ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട 14ഓളം വരുന്ന വിവരങ്ങൾ, എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം നേരിട്ട് ചിപ്പ് ഘടിപ്പിച്ച ATM കാർഡിന്റെ വലിപ്പമുള്ള കാർഡിലേക്ക് മാറ്റി അതൊരു കൺക്ലൂസീവായ അഭിപ്രായമായി ഏത് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അതേ വിശ്വസതയോടുകൂടി വിതരണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത്. 2025 നവംബർ മാസത്തോടെ ആ പ്രവർത്തനത്തിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ ഘട്ടഘട്ടമായി കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും നാമധേയത്തിലുള്ള ഡിജിറ്റൽ ലോക്കറുകൾ, അതായത് എന്റെ പേരിൽപ്പെടുന്ന ഡിജിറ്റൽ ലോക്കറിൽ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഉദാഹരണത്തിന് ഇപ്പോ ജൂൺ മാസത്തിലും മെയ് മാസത്തിലുമായി കേരളത്തിൽ കൊടുത്തു തീർക്കേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ കുറഞ്ഞ കാലം കൊണ്ട് 12 കോടി ഈ സർട്ടിഫിക്കറ്റുകളാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ 12 കോടി കേരളത്തിലെ ഗവൺമെന്റ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തിട്ടുള്ളത്, റവന്യൂ വകുപ്പ് മാത്രം. പക്ഷെ ഓൺലൈനായിട്ടാണ് ഈ സൗകര്യങ്ങളെല്ലാം എങ്കിലും ഈ റെക്കോർഡുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നൽകേണ്ട വിവരങ്ങളെ കുറിച്ച് പഠിക്കാൻ ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരുമെന്ന് മാത്രമല്ല, അതെല്ലാം 3 മണിക്കൂർ കൊണ്ടോ 4 മണിക്കൂർ കൊണ്ടോ കൂടുതൽ കൂടിയാൽ 12 മണിക്കൂർ കൊണ്ടോ കൊടുക്കേണ്ട പ്രശ്നങ്ങളായി അവതരിപ്പിക്കപ്പെടുകയും അതിന് തുല്യമായ ആവശ്യങ്ങൾ വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുമ്പോൾ മാത്രം സർട്ടിഫിക്കറ്റിലേക്ക് പോകാതെ നല്ല ഒരു അടിത്തറ ഉണ്ടാക്കി ഡിജിറ്റൽ ലോക്കർ എന്ന സംവിധാനത്തിൽ ഓരോ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ അവർ അതിന്റെ ആവശ്യവുമായി വരുന്നത് ആ നേരത്ത് ഡിജി ലോക്കർ തുറന്ന് സർട്ടിഫിക്കറ്റ് മണിക്കൂറുകൾക്കകം വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനത്തിലേക്കും കേരളത്തിലെ ഗവൺമെന്റ് ആരംഭിക്കുന്നുണ്ട്. ഞാൻ വിശദമായിട്ടുള്ള സംസ്ഥാനത്തിലേക്ക് പോകുന്നില്ല. നിരവധികളായിട്ടുള്ള പഠന പ്രശ്നങ്ങളിൽ അയാളും പരിഹരിക്കപ്പെടുകയുണ്ടായി. കാലങ്ങളോളം നിൽക്കുന്ന പലയോര മേഖലയിലെ പട്ടയങ്ങൾ എത്രയോ കൊല്ലമായി കടൽ പുറമ്പോക്കെന്ന പേരിൽ വിതരണം ചെയ്യാതെ കിടക്കുന്ന ഭൂമികൾ ഇങ്ങനെ തുടങ്ങി കരയിലും കാനനത്തിലും ഉൾപ്പെടെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള പരാതികൾ പരിഹരിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനതീതമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് ഒപ്പം നിൽക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യുന്ന കാര്യം എന്നതിനേക്കാൾ വഴിയായി ഭൂരഹിതരായിട്ടുള്ള ഒരു മനുഷ്യനുമില്ലാത്ത ഒരു കേരളത്തെ കെട്ടിപ്പടുത്താനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഉദാഹരണത്തിന്റെ വളരെ ബോധപൂർവമായിട്ടുള്ള ആലോചനയിലേക്ക് ഞങ്ങൾ കടക്കും എന്നുകൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഈ വേദിയിലുള്ള മന്ത്രിയും എംഎൽഎമാരും ഒക്കെ പട്ടയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വിതരണം ചെയ്യും. തീർച്ചയായും കേരളത്തിൽ പരമാവധി മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കാൻ വേണ്ടി എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് നേരിടാൻ ആരംഭിച്ചിട്ടുള്ള ഈ മഹനീയമായിട്ടുള്ള യജ്ഞം പട്ടയ മിഷൻ അതിതീവ്രമായി അത്യുജ്വലമായി കൊണ്ടുപോകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാതെ ക്ഷമാപണം ചോദിച്ചുകൊണ്ട് അതിഗംഭീരമായി പരിപാടി മുന്നോട്ട് പോകുകയും
ആശംസിക്കുന്നു. ഔപചാരികമായി പട്ടയമേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. പട്ടയമേളയുടെയും അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഏറ്റെടുത്തു വരുന്ന വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ മിനിസ്റ്ററും അതേപോലെ തന്നെ മേയറും എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏകദേശം 20,000-ഓളം പട്ടയങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ ചിട്ടയായ പ്രവർത്തനത്തോടു കൂടി വില്ലേജ് തലത്തിൽ മുതൽ താലൂക്ക് തലത്തിലും അതേപോലെ തന്നെ കളക്ടറേറ്റിലും എല്ലാം എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് 20,000-ഓളം പട്ടയങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു പട്ടയമേളയിൽ ഇനി ഈ താലൂക്കിൽ മാത്രമല്ല നടക്കുന്നത്, മറ്റ് താലൂക്കുകളോടൊപ്പം തന്നെ പട്ടയമേള നടക്കുന്നുണ്ട്. ഈ ഒരു പട്ടയമേള ഏകദേശം 800-ഓളം പട്ടയങ്ങൾ നമുക്ക് നമ്മുടെ ജില്ലയിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റുള്ള ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള പട്ടയങ്ങൾ കൂടി കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മണ്ഡലതലത്തിൽ പട്ടയ അസംബ്ലികൾ വിളിച്ച് ബഹുമാനപ്പെട്ട MLA-മാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും നഗരസഭാ അധ്യക്ഷന്മാരുടെയും എല്ലാം കൂടെ വാർഡ് മെമ്പർമാരടക്കമുള്ള മീറ്റിങ്ങുകളിൽ പട്ടയ പ്രശ്നങ്ങൾ പരിശോധിച്ച് ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നടപടികൾ എടുക്കുക എന്നുള്ളൊരു ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിജിറ്റൽ റീസർവേയും ഈ രേഖകൾ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ള ശ്രമം കൂടി നടത്തിക്കൊണ്ടുവരികയാണ്. ആദ്യം മേയർ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റുള്ള സേവനങ്ങൾ, ഈ ഭൂമിയുടെ രേഖ വെച്ചുകൊണ്ട് കിട്ടുന്ന മറ്റ് സേവനങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്ക് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രേഖ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പട്ടയമേളയിൽ പങ്കെടുക്കുന്നത് നമ്മളിവിടെ കണ്ണൂർ താലൂക്കിൽ ഏകദേശം 68ഓളം പട്ടയങ്ങളാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. അതിന് പിന്നിൽ വലിയൊരു പ്രയത്നം നടന്നിട്ടുണ്ട്. നമ്മൾ അതിനെ സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ താലൂക്ക് തലസ്ഥാനത്തെ ചുമതലയുടെ ഭാഗമായിട്ട് അവർ ചെയ്തു വരുന്നത്, നേതൃത്വത്തിൽ ചെയ്തു വരുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ വില്ലേജ് ഓഫീസും മറ്റ് സ്റ്റാഫും എല്ലാവരും വലിയൊരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ പട്ടയങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പട്ടയങ്ങൾ ലഭിക്കുന്ന എല്ലാവർക്കും അവരുടെ വലിയ ഒരു അഭിലാഷമായിരിക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പൂർത്തീകരിക്കുന്നത്. നിങ്ങൾക്കും ഇത് വെച്ചുകൊണ്ട് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പട്ടയങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിങ്ങളുടെ വാക്കുകൾ നൽകുകയാണ്. നമസ്കാരം. ഇടയോടി ദീപ പി. അടുത്തത് നളിനി പി. മലീഹ എം. മലീഹ അശോക് കുമാർ. സൂരജ് ഷബി. കണ്ണൂർ മണ്ഡലം പട്ടയമേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ മണ്ഡലത്തിൽ നടക്കുന്ന ഈ പരിപാടി നമ്മുടെ കണ്ണൂർ മണ്ഡലത്തിൽ നടന്നിരിക്കുകയാണ്. ഭൂമി സ്വന്തമായി കൈവശം വെക്കുന്നവർക്ക് അതിന് ആധികാരികമായ ഒരു രേഖ ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിബന്ധം തന്നെയായിരുന്നു.
നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.